ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ഭാഗമാണ്. എ, ആൻഡ്, ദ എന്നിവയാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എപ്പോഴും നൗണിന് അല്ലെങ്കിൽ നാമത്തിന് മുമ്പിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും. എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് നോക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് എയും ആനും. ഒരു എന്ന അർത്ഥത്തിൽ സിംഗുലർ കൗണ്ടബിൾ നാമങ്ങൾക്ക് മുന്നിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ എയും ആനും ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ ബോയ്, എ ഗേൾ, ആൻ ഓറഞ്ച്. ഇവിടെ ഗേള്, ബോയ്, ഓറഞ്ച് ഇവയെല്ലാം തന്നെ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. ഒരു ഓറഞ്ച് എന്നോ അല്ലെങ്കിൽ രണ്ട് ഗേൾ എന്നോ എന്നിങ്ങനെ കൗണ്ട് ചെയ്ത് പറയാൻ കഴിയുന്ന നൗണുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നാമങ്ങൾക്ക് മുന്നിലായി നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അൺകൗണ്ടബിൾ നാമങ്ങളോടൊപ്പം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഓയിൽ, ഷുഗർ, ഗോൾഡ്. ഇത്തരത്തിൽ കൗണ്ട് ചെയ്ത് പറയാൻ കഴിയാത്ത നാമങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നൗണിന് മുമ്പിലായിട്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എയോ ആനോ ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കൺസോണന്റ് സൗണ്ടിൽ പ്രൊനൗൺസിയേഷൻ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലാണ് നമ്മൾ എപ്പോഴും ഏകവചനത്തെ സൂചിപ്പിക്കാൻ എ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് എ ഗേൾ, എ ബോയ്, എ ക്യാറ്റ് ഇത്തരം വാക്കുകളെല്ലാം തന്നെ പ്രൊനൗൺസിയേഷൻ ആരംഭിക്കുന്നത് കൺസോണന്റ് സൗണ്ടിലാണ്. ഇത്തരം നൗൺസിന് മുമ്പിലായിട്ടാണ് നമ്മളെപ്പോഴും എ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. വൗവൽ സൗണ്ട്. വൗവൽ സൗണ്ട് നിങ്ങൾക്കറിയാം, എ, ഇ, ഐ, ഒ, യു. ഇത്തരത്തിൽ വൗവൽ സൗണ്ടിൽ പ്രൊനൗൺസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുന്നിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ ആൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആൻ എലിഫൻറ്റ്, ആൻ ഓറഞ്ച്, ആൻ എനിമി. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എച്ച് സൈലൻ്റായി വരുന്ന വാക്കുകൾക്ക് മുന്നിൽ ഏകവചനത്തെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വസ്തുതയെ സൂചിപ്പിക്കാനോ ആൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആൻ അവർ, ആൻ എയർ, ആൻ ഓണസ്റ്റ് മാൻ. ഇവിടെയെല്ലാം തന്നെ എച്ച് സൈലൻ്റ് ആവുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എപ്പോഴും വൗവൽ സൗണ്ടിലായിരിക്കും. അതുകൊണ്ടാണ് എച്ച് സൈലൻ്റായിട്ട് വരുന്ന വാക്കുകൾക്ക് മുന്നിൽ ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ചില വാക്കുകൾ ആരംഭിക്കുന്നത് വൗവൽ ലെറ്ററിലാണെങ്കിലും അവയുടെ പ്രൊനൗൺസിയേഷൻ കൺസോണന്റ് സൗണ്ടിൽ ആകുന്നതിനാൽ എ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി, എ 1 rupee നോട്ട്, എ യൂണിയൻ, എ യൂണിഫോം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ്, എച്ച്, എൽ, എം, ആർ, എസ്, എക്സ് തുടങ്ങിയ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന അബ്രിവിയേഷൻസിന് മുന്നിൽ ആൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആൻ MBA സ്റ്റുഡൻറ്റ്, ആൻ LD ക്ലർക്ക്, ആൻ FIR, ആൻ LIC ഏജൻറ്റ്. ഇവയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം തന്നെ എന്താ പ്രൊനൗൺസിയേഷൻ ആരംഭിക്കുന്നത് വൗവൽസ് ലെറ്ററിലായിരിക്കും. ഇത്തരത്തിൽ വൗവൽസ് ലെറ്ററിൽ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം നൗൺസിന് അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾക്ക് മുമ്പിലായിട്ട് ആൻ യൂസ് ചെയ്യുന്നു. അതുപോലെ എഫ്, എച്ച്, എൽ, ആർ, എസ്, എക്സ് തുടങ്ങിയ ലെറ്റേഴ്സിൻ്റെ അബ്രിവിയേഷൻസിൻ്റെ എക്സ്പാൻഷന് മുന്നിൽ എ അല്ലെങ്കിൽ ദ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിളായിട്ട് എ മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ദ മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ അബ്രിവിയേഷൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് വൗവൽ ലെറ്റേഴ്സിലാണ് പ്രൊനൗൺസിയേഷൻ ആരംഭിക്കുന്നതെന്ന്. എന്നാൽ ഈ അബ്രിവിയേഷൻസ് എക്സ്പാൻഷൻ ചെയ്ത് എഴുതുമ്പോൾ അവയുടെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും എന്തായിട്ട് വരും? കൺസോണന്റ് സൗണ്ടിലായിരിക്കും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾക്ക് മുമ്പിലായിട്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസായ എയോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസായ ദയോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം.
പ്രോപ്പർ നൗണിന് മുന്നിലായി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസായ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ജോൺ ഹാസ് കം ടു സീ യു. ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു നൗണിന് മുൻപിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിലും ഒരു എക്സംഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ജോൺ ഹാസ് കം ടു സീ യു, നിങ്ങളെ കാണാൻ ജോൺ വന്നിരുന്നു എന്ന് പറയും. ഇപ്പോൾ പരിചയമില്ലാത്തൊരു വ്യക്തി നിങ്ങളെ കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? എ ജോൺ ഹാസ് കം ടു സീ യു എന്നോ അല്ലെങ്കിൽ എ മിസ്റ്റർ ജോൺ ഹാസ് കം ടു സീ യു എന്നോ നമുക്ക് പറയാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് ചാനൽ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഒരു ജോൺ അവിടെ ഹോട്ടലിൽ വന്നിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു ജോണിനെ പിടിച്ചു എന്നോ ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എ മിസ്റ്റർ ജോൺ എന്നോ അല്ലെങ്കിൽ എ ജോൺ എന്നോ നമ്മൾ എന്ത് ചേർക്കാറുണ്ട്? ആർട്ടിക്കിൾസ് പ്രോപ്പറായിട്ടൊരു നൗണിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എവരി എന്ന അർത്ഥത്തിൽ ആൻ അല്ലെങ്കിൽ എ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ഗോട്ട് ₹3000 എ മന്ത്. ഈ എ മന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവരി മന്ത്, എല്ലാ മാസവും 3000 രൂപ കിട്ടും. അത്തരത്തിൽ എവരി എന്ന അർത്ഥത്തിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. പ്രൊഫഷൻ, പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ, നാഷണാലിറ്റി തുടങ്ങിയവയ്ക്ക് മുൻപിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സീത ഈസ് എ ടീച്ചർ. ഇത്തരത്തിൽ പ്രൊഫഷനും പോസ്റ്റും റാങ്കും കാസ്റ്റൊക്കെ വരുമ്പോൾ അതിന് മുമ്പിലായിട്ട് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഒരു വെർബിനെ നൗണായി ഉപയോഗിക്കുമ്പോഴും എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ഗോൺ ഫോർ എ വാൾ. ഇവിടെ വെർബിനെ നൗണായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? സാധാരണ ഒരു ആക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ വരുമ്പോഴാണ് വെർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ, വെർബ് എന്നത് നൗണായിട്ട് മാറുന്നുണ്ട്. അതായത് ഇവിടെ വാക്കിംഗ് ഒരു ഇവൻ്റാണ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസ് ആണ്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? വെർബിനെ നൗണായിട്ട് യൂസ് ചെയ്യുകയും നൗണിന് മുമ്പിലായിട്ട് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. അത് നെക്സ്റ്റ് പാർട്ട് വരും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.